Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. Now, Sri Devi. Now, okay, thank you. Welcome. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്നും മിണ്ടാതെ പോകണം. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കാൻ കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും രൂപെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരുടെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊക്കൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സിലെ ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത രണ്ടു പേടി അതിനും കിട്ടി. പറ, ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. അല്ല, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. TP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞു തരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂങ്ങിച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടോ ദൈവമേ. എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. കൊന്നു. You bastard! No! You kill her! You kill her! No! Somebody kill her! I don't know anything! I don't know anything! No! അവനോട് കൊല്ലിയാൽ നിൽക്കണം വായി നോക്കി ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്.
പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സാറുടെ ദേഹത്ത് ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടിയുടെ അറിയിക്കരുത്. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു? ആരാ ആരാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭഗവാനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാ ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ?
ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തേഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ച് കൊന്നു. എവിടെയാണ് നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. സറണ്ടർ. കൊല്ല് എന്നാ കൊല്ല്. ഇതിലും ഭേദം അങ്ങ് മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ വെച്ച് ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ വിടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പുര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന 2 തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സമ്മതി പരുവാക്കി ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റ് ചെയ്ത കവറിന്റെ പുറത്ത് വിലാസം പറയണ എന്തായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായില് മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴുകി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിഴവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് ആ പെണ്ണിന്റെ തൊറ്റ വീഴ്ച. അടുത്ത മുറിയുന്നൊരു പറട്ട കളവന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ സമാനമാണ്. ഈ കൊല്ല് നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. ദൈവമേ, നീ ഇയാളുടെ കൊലപാതകത്തോടെ എത്ര പറയണോ? നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എന്റെ ഡ്രസ് മാറണം. ഡ്രസ് എവിടെ? ഇത് തുറക്കുന്നില്ല. പോട്ടേ. ഹലോ ദേവർ, I say stay there.
ആരാ? ഞാൻ ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ പേര് ജോസഫ്. രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ, അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ അച്ചോ? പെണ്ടരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ചു കരയ്ക്ക് കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാ രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണോ അച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ 2 കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോച്ചാ? പോവാം. ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളെയാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരും. ഇത് തന്നെയാണ്. സോറി. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല, പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കനവന് മുമ്പില്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി. മന്ത്രിയുടെ ചെറുവിരലൊന്ന് മുറിഞ്ഞു. അതിന് DYSP ആയിരുന്നു എന്നെ ചവിട്ടി CA ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസും. അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡിൽ പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമായല്ലോ സാർ. എന്തബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളെ. എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്.